ഇറാനെ ആക്രമിക്കരുതെന്ന് തുർക്കി അമേരിക്കയോട്. മേഖല അശാന്തമാകുമെന്നും ഇറാനെ കീഴടക്കി ഒരു ആധിപത്യം ഉണ്ടാക്കുക പ്രയാസകരമായിരിക്കുന്ന സാഹചര്യമാണ്, പ്രയാസകരമാണ് എന്ന തരത്തിലുള്ള വിവരമാണ് തുർക്കി അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയോട് യുദ്ധ സാഹചര്യത്തിൽ നിന്ന് പിന്തിരിയണം എന്ന തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത്. കൃത്യമായ രീതിയിൽ ഇറാനെക്കുറിച്ചും ഇറാന്റെ സംവിധാനത്തെക്കുറിച്ചും പഠിക്കാതെ അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ഉചിതമല്ലെന്നും അത് തിരിച്ചടിയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം എന്ന് പോലും യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവിധ യുദ്ധ സംവിധാന കാര്യങ്ങളുമായിട്ടാണ് മെഡിറ്ററേനിയൻ കടലിൻ്റെയും ഗൾഫ് ഓഫ് ഒമാൻ്റെയും ഒക്കെ മേഖലയിലേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും സംവിധാനങ്ങളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്കൊരു ഉത്തരവ് മാത്രമേ ഇനി ആവശ്യമുള്ളൂ, അതോടുകൂടി തന്നെ ഇറാനെ ആക്രമിക്കും എന്ന തരത്തിൽ അവർ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരംഭം എങ്ങനെയാണ് എന്നത് അല്ല വിഷയം, അതിൻ്റെ അവസാനത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല. ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചോ സംവിധാനത്തെക്കുറിച്ചോ അത് പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മാരകപരമായിരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചോ ഒന്നും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെ അറിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അവർ ആ കണക്ക് പ്രകാരം 3 ദിവസം മുമ്പെങ്കിലും ഇറാൻ ആക്രമിക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ അമേരിക്ക പകച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. യുദ്ധം നിർത്താനും പറ്റില്ല, യുദ്ധം തുടരാനും പറ്റില്ല. ആ ഒരു പ്രതിസന്ധിയിലൂടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക. അതിൻ്റെ ഇടയിലാണ് തുർക്കിയുടെ ഒരു പരാമർശം കൂടി ഉണ്ടായിരിക്കുന്നത്. തുർക്കിയുടെ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, പല ഘട്ടങ്ങളിലായി ഇറാനെ അപായപ്പെടുത്താനോ അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാനോ അമേരിക്ക ശ്രമിച്ചിട്ട് അത് ഇല്ലാതെ പോയതാണ്. അത് ഇല്ലാതെ പോകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് അവരുടെ അത്രക്ക് പ്രതിരോധ ശക്തിയാണ്. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഒക്കെ അവരുടെ ഭാഗത്തോളം എടുക്കുന്ന തീരുമാനത്തിൽ പ്രധാനപ്പെട്ടത് ഇറാൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇറാൻ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു രാജ്യവും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടില്ല. ബ്രിട്ടൻ പോലും, അമേരിക്ക എന്തൊരു തമ്മാടി ചെയ്താലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ബ്രിട്ടൻ പോലും യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആക്രമിക്കുന്നതിന് അനുകൂലമല്ല എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശത്രുവിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല, അവരുടെ ആയുധത്തെക്കുറിച്ച് അറിയില്ല, അവരുടെ സംവിധാനത്തെക്കുറിച്ച് അറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവർ ആക്രമിക്കുമ്പോൾ അവർ സർവ്വനാശവും വിതക്കും എന്നുള്ളിടത്തേക്കാണ്. ഭരണ സംവിധാനം അട്ടിമറിയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഫലനം എത്രത്തോളം കഠിനമായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പോലും പറ്റില്ല. ആണവായുധം ഉണ്ട് എന്ന് ഇറാൻ സമ്മതിച്ചിട്ടില്ലെങ്കിലും ലോകാടിസ്ഥാനത്തിൽ ആണവായുധം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ ആണവായുധം ഉള്ളൊരു രാജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം അത് ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലും ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിന് നേരെ ആയിരിക്കും. ആ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനുമുണ്ട്. ഏത് തരത്തിലായിരിക്കും ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു രൂപവും ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കക്കുമില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലായി അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും, ഞങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമിക്കൂ, ഞങ്ങൾ കാണിച്ചു തരാം എന്ന തരത്തിലാണ്. ഏതെങ്കിലും ഒരു വെടിയൊച്ചയെങ്കിലും ഇറാൻ്റെ ഭൂമി പ്രദേശത്ത് കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ യുദ്ധമായിട്ട് കണ്ട് തങ്ങൾ അതിന് ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുക തന്നെ ചെയ്യുമെന്ന് ഇറാൻ ആവർത്തിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പേടിയുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഒരു 3-ാം ലോക രാജ്യം പോലെയുള്ള രാജ്യമായിരിക്കും ഇറാനെ പോലുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ പടക്കോപ്പും സംവിധാനങ്ങളും വെച്ച് വരേണ്ട കാര്യമില്ല. ഇനി വന്നാൽ തന്നെ അവർ ആക്രമിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട് വെനിസുലേൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി പെട്ടെന്ന് സുപ്രഭാതത്തിൽ തട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ എന്തുകൊണ്ട് അത് ഇറാനിൽ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇറാൻ്റെ പ്രഹരശേഷി അത്ര കഠിനമുള്ളതാണ്. അവിടുത്തെ സൈനികരുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ ഇതിനിടെ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു. ഇറാൻ്റെ സൈനികരെ 2 ഭാഗമാക്കി തിരിക്കാൻ ശ്രമം നടത്തി, അത് വിജയിച്ചിട്ടില്ല. അവരുടെ മന്ത്രിമാരിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ നോക്കി, ആ കാര്യത്തിൽ അവർ വിജയിച്ചിട്ടില്ല. പിന്നീട് പ്രക്ഷോഭം വീണ്ടും കത്തിക്കാനുള്ള ശ്രമം നോക്കി, അതും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മേഖലയും അത് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ വെനിസുലേനക്ക് പകരമായിട്ട് ഇറാനെ കാണാനൊന്നും സാധിക്കില്ല. രണ്ടും 2 വ്യത്യസ്ത രീതിയാണ്.
വ്യത്യസ്ത പ്രവർത്തന രീതിയാണ്. ഒന്ന് മതരാഷ്ട്രമാണ്, അതുകൊണ്ട് തന്നെ ഒരു വൈകാരിക തലങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഇടപെടൽ വലിയ രീതിയിൽ അത്യന്തം അപകടകരമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. മുസ്ലിം രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്ന ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ആ ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന ഉത്തരം വന്നിരിക്കുന്നു. അവർ ഇറാൻ്റെ കൂടെ നിൽക്കും എന്നുള്ളത്. കാര്യം മുസ്ലിം രാജ്യമായി ഇറാൻ എങ്ങാനും വീണ ഒരു സാഹചര്യം ഉണ്ടായാൽ അറേബ്യൻ രാജ്യങ്ങളിലോ മറ്റ് ലോക മുസ്ലിം രാജ്യങ്ങളിലോ ഇടപെടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരിക്കലും അമേരിക്കക്ക് പേടിയുണ്ടാവില്ല. മാത്രമല്ല, അവർ വളരെ കൃത്യതയോടുകൂടി ആ പ്രവർത്തനം ചെയ്യുകയും ചെയ്യും. അമേരിക്ക പല രാജ്യങ്ങളിലും ഇടപെടുക എന്നുള്ളത് അവരുടെ ഹൂങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, കയ്യൂക്ക് എന്നൊക്കെ പറയുന്ന തരത്തിൽ. അപ്പോൾ അതിനൊക്കെ തടയിടുന്നതും അതിനൊക്കെ പ്രതിരോധം ഉണ്ടാക്കുന്നതും ഒരു ഇറാൻ രാജ്യം മാത്രമേ ഇന്ന് നിലവിൽ മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിൽ ഉള്ളൂ. ഇനി റഷ്യയും ചൈനയെക്കുറിച്ച് പറയുന്ന സമയത്ത് പോലും റഷ്യയും ചൈനയും അമേരിക്കയുമായിട്ട് കൊമ്പ് കോർത്ത് ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന തരത്തിൽ ഇതുവരെ നിലപാട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇറാൻ അത് ആവർത്തിച്ചു കൊണ്ടേ പറയുന്നു, തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചു നോക്കൂ, കാണിച്ചു തരാം. പ്രക്ഷോഭകർ രാജ്യത്തുടനീളം 31 പ്രവിശ്യ അവിടെ ഉണ്ടെങ്കിൽ ആ 31 പ്രവിശ്യയിലും രൂക്ഷമായി ഈ പ്രക്ഷോഭം അഴിഞ്ഞാട്ടം നടത്തിയിട്ടുണ്ട്. 500-ലധികം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഔദ്യോഗികപരമായ രീതിയിൽ ഇറാൻ തന്നെ നൽകുമ്പോൾ അവിടെ നടത്തിയിരിക്കുന്ന അക്രമ രീതികളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ഈ ഭീകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടും ആ രാജ്യം പിടിച്ചു നിന്നു. അതിനൊരു പറയുന്ന കാര്യം തന്നെ ഇങ്ങനെയുണ്ട്. അയത്തുള്ള അലി ഖമനായി ഭരണത്തിലേറിയതിനു ശേഷം 5ാമത്തെ തവണയാണ് ജനകീയ പ്രക്ഷോഭം രാജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത്. അതെല്ലാം അടിച്ചൊതുക്കാൻ വേണ്ടി അവർ സാധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു സൈനിക സംവിധാനം തന്നെ അമേരിക്കക്കോ മറ്റു ലോക രാജ്യത്തിനോ ഇറാനിലുള്ള മറ്റ് പൗരന്മാർക്കോ മനസ്സിലാകാത്ത വിധം 5 ലക്ഷത്തോളമുള്ള ഒരു പേഴ്സണൽ ട്രൂപ്പ് അവിടെ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് യൂണിഫോം ഇല്ല എന്നുള്ളതും വളരെ കൃത്യതയോടുകൂടി സൈനികാഭ്യാസം നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഇറാനെ അട്ടിമറിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. വലിയൊരു സംവിധാനത്തോടു കൂടി തന്നെയാണ് ആ രാജ്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ആവർത്തിച്ച് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുർക്കി പറയുന്നത് അതിൽ കാര്യമുണ്ട്. മേഖല അശാന്തമായി കഴിഞ്ഞാൽ പൂർണ്ണ തോതിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഇനി രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവുമോ എന്നും ഭയപ്പെടേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ആകെ കൂടി പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു യുദ്ധ സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ഇറാഖും കുവൈറ്റും തമ്മിലുള്ള കാലത്ത് എങ്ങനെയായിരുന്നു സ്ഥിതി, അങ്ങനെ അശാന്തമായി തുടരുന്ന സ്ഥിതികളുണ്ടാവും. ഇതെല്ലാം വരുത്തി തീർക്കുന്നത് അമേരിക്കയാണ്. ഒരു അനാവശ്യമായിരിക്കുന്ന ഇടപെടലാണ് ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ എടുക്കുന്നത് എന്നുകൂടി യഥാർത്ഥത്തിൽ തുർക്കി പറഞ്ഞെടുക്കുക. തുർക്കിയുടെ നിലപാടിനെ അത്ര പെട്ടെന്ന് തള്ളാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെ തള്ളുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിൽ തന്നെ മുസ്ലിം രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് എതിരെ നിൽക്കുമ്പോൾ തുർക്കിയെ കൂടി തള്ളുന്ന സമയത്ത് തുർക്കിയും എതിരാവാൻ സാധ്യതയുണ്ട്. എതിരായി കഴിഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അമേരിക്കക്ക് ഉണ്ടാവുകയും ചെയ്യും. പരമാവധി രാജ്യങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത്. അതിലെല്ലാം അവർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം. രാജ്യവും ജനങ്ങളും അമേരിക്കയിൽ നിന്ന് അകന്നു പോകുന്നു. തങ്ങൾ സുരക്ഷിതമല്ലെന്നുള്ള ബോധ്യം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ടാകുന്നു, മറ്റ് അറബ് രാജ്യങ്ങൾക്കുണ്ടാകുന്നു. മുസ്ലിം രാജ്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. തങ്ങളുടെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ആകെ വിശ്വസിച്ചിരുന്നത് അമേരിക്കയാണ്. അമേരിക്ക ഇപ്പോൾ ചതിച്ചു, ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി ഞങ്ങൾക്കത് ബോധ്യമാവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സുരക്ഷിതത്വമൊന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലില്ല. ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇറാനെതിരെ പോരാടുന്ന വിഭാഗത്തോടു കൂടി സഹകരിക്കുക എന്നുള്ളതാണ്. അത് റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ഇറാൻ ആണെങ്കിലും കൊറിയ ആണെങ്കിലും ഇവരൊക്കെ സഹകരിച്ച് നീങ്ങിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ അമേരിക്ക തന്നെ നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതാണ് യഥാർത്ഥത്തിൽ ഖത്തറിൽ കണ്ടത്. ഖത്തറിൽ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഖത്തറിൻ്റെ സഖ്യകക്ഷിയാണ്, സൗഹൃദ കക്ഷിയാണ്. അവിടെ നിന്ന് ഇസ്രായേലിന് ആക്രമണം ഉണ്ടായ സമയത്ത് അമേരിക്ക നോക്കി നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ അനുവാദത്തോടു കൂടിയാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഇങ്ങനെ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക. അതേപോലെ തന്നെ മറ്റുള്ള ലോകരാജ്യങ്ങൾ. യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തെയും സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇത് ഒഴിവാക്കുകയാണ് നല്ലതെന്നും ഇതിൽ നിന്ന് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് എന്നുകൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തുർക്കി അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം.